ഇവിടെ കൃഷ്ണദാസ് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് മോദി ഇത് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ കൗതുകം, അമ്പരപ്പ്, ഇത് മോദി തന്നെയാണോ പറയുന്നത്? ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഏറ്റവും അധികം ചങ്ങാത്തത്തിൽ കഴിഞ്ഞ ആളുകൾ മാത്രമല്ല, അവരുടെ പണം മറ്റൊരു പാർട്ടിക്ക് പോയി എന്നൊന്നും പറയുന്നത് തെറ്റില്ല, പക്ഷേ അവരുടെ കള്ളപ്പണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഉറ്റ ചങ്ങായിമാരെ തെരഞ്ഞെടുപ്പ് വന്ന് ഒരു 4ാം ഘട്ടത്തിലേക്ക് പോകുന്നൊരു ഘട്ടം വന്നപ്പോൾ അവരെല്ലാം കള്ളപ്പണക്കാരാക്കി കൂടിയാണ് മോദി മാറ്റിയത്. കള്ളപ്പണക്കാരായിട്ടുള്ള അംബാനി, അദാനി, ഇവരുടെ കള്ളപ്പണം കോൺഗ്രസ് കൊണ്ടുപോകുന്നു, അതിങ്ങനെ ഈ വഴിക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ പിന്നെ ഇത്രയും അറിയാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന, ഇപ്പോൾ ചെയ്തു വരുന്ന പോലെ ആ EDയും CBIക്കും നേരെ പോയി പ്രധാനമന്ത്രിയുടെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അദ്ദേഹം പറയുന്ന പോലെ ആ വണ്ടിയുടെ നമ്പരും ഒക്കെ എടുത്ത്, ജോൺ ബ്രിട്ടാസ് ഇന്നലെ അത് ട്വീറ്റ് ചെയ്തിരുന്നു, വണ്ടി നമ്പരും എടുത്താൽ ഈ വണ്ടിയും പൊക്കാം, ഈ കുറ്റവാളികളെയും പിടിക്കാം. അത് ചെയ്യാമല്ലോ. അത് ചെയ്യാതെ ചങ്ങായിമാരെ ഇങ്ങനെ കള്ളപ്പണക്കാരാക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഈ കോർപ്പറേറ്റുകൾക്ക് കളം മാറുന്നത്, രാഷ്ട്രീയ അന്തരീക്ഷം മാറുന്നത് നന്നായി മനസ്സിലാവും. 2ാം UPA സർക്കാരിൻ്റെ കാലത്ത് ആ കോർപ്പറേറ്റുകളെല്ലാം, ഞാൻ അദാനി എന്ന നിലയിലല്ല പറയുന്നത്, പക്ഷേ പൊതുവിൽ കോർപ്പറേറ്റുകളെല്ലാം വലിയ തോതിൽ UPA സർക്കാരിനൊപ്പം ഉണ്ടായിരുന്നു. അന്തരീക്ഷം മാറുന്നതിനനുസരിച്ച് അവർ വളരെ വേഗം BJPയുടെ ചങ്ങായിമാരായി മാറി പുതിയ ഭരണകൂടത്തിനൊപ്പം ചേരുന്നത് നമ്മൾ കണ്ടു. ഇപ്പോഴും അത് സംഭവിക്കുകയാണോ? അവർക്ക് വേഗം കാര്യം തിരിച്ചറിയുന്നത് കൊണ്ട് വഴിമാറുന്നു എന്ന് കണ്ടതുകൊണ്ടാണോ മോദി ഇങ്ങനെ പറയുന്നത്? ശരത്തെ, നമ്മുടെ രാജ്യത്ത് ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികളിൽ ഏറ്റവും കൂടുതൽ സമരം നടക്കുകയും അതിന്റെ ഭാഗമായി ഒരു സർക്കാർ തന്നെ താഴെ പോവുകയും പിന്നീട് തിരിച്ചു വരാൻ കഴിയാത്തവണ്ണം അത് താഴേക്ക് പോവുകയും ചെയ്തത് സാധാരണക്കാരായിട്ടുള്ള കർഷകർ ബംഗാളിൽ നടത്തിയിട്ടുള്ള സിംഗൂർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 2006 മുതൽ ഏതാണ്ട് 2010 വരെ, 2008 അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ 2 വർഷക്കാലം നിരന്തരമായി ബംഗാളിൽ നടന്നിട്ടുള്ള ഏതാണ്ട് 1000 ഏക്കറിലധികം സ്ഥലം ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന് കൊടുക്കുന്നതിനെതിരെ കർഷകർ നടത്തിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭം. ആ പ്രക്ഷോഭം നടക്കുമ്പോൾ ആ സംസ്ഥാനം ഭരിച്ചിരുന്ന പാർട്ടി ഇന്ന് ആ സംസ്ഥാനത്ത് കാലുകുത്താൻ സ്ഥലമില്ലാതെ നിലനിൽക്കുകയാണ്. അപ്പൊ കോർപ്പറേറ്റ് വൽക്കരണത്തെ കുറിച്ച് നമുക്ക് ഗീർവാണങ്ങൾ നടത്താം, പക്ഷേ അതിന്റെ പേരിൽ ഒരു സർക്കാർ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക, കോർപ്പറേറ്റുകളെ സഹായിച്ചതിന്റെ പേരിൽ സാധാരണക്കാർ എതിരാവുക, അവർ നിരന്തരമായ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ പ്രസ്ഥാനത്തെ തന്നെ തുടച്ചു നീക്കുക ഭരണരംഗത്ത് നിന്ന് എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ആദ്യമായി നടന്നത് ബംഗാളിലാണ്. മറ്റൊരു സംസ്ഥാനത്തും ആ തരത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായിട്ടില്ല, ഒരു ജനവികാരത്തിന്റെ ഭാഗമായി ഒരു സർക്കാർ മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞാൻ അതിൽ ഏത് പാർട്ടി എന്നോ അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ ആരാണെന്നോ ഒന്നും ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ സ്വയം ആലോചിച്ചാൽ നമ്മുടെ ഈ ചർച്ചയിൽ ഇരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇന്ന് നടക്കുന്നത് ഒരു അസത്യ പ്രചരണത്തിനൊരു ഭാഗം ഇതിനകത്തുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ രാജ്യത്ത് ആരാണ് മിക്സഡ് ഇക്കോണമി സംവിധാനം കൊണ്ടുവന്നത്? നമ്മുടെ രാജ്യത്ത് നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ നെഹ്റുവിന്റെ ഇക്കണോമിക് പോളിസി എന്നുള്ള നിലക്ക് അദ്ദേഹം അവതരിപ്പിച്ചു എന്ന് കോൺഗ്രസുകാർ പറയുന്ന ഒരു മിക്സഡ് ഇക്കോണമി സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ സ്റ്റേറ്റിന്റെ നേതൃത്വത്തിലും വ്യക്തികളുടെ നേതൃത്വത്തിലും സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും എല്ലാം ഒരു വിഭവങ്ങളുടെ വിതരണം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം ആളുകൾ പണമുണ്ടാക്കിയിട്ടുണ്ട്. നിരവധി ആളുകൾ നമ്മുടെ രാജ്യത്തെ ബിസിനസിന്റെ ഭാഗമായിട്ടുണ്ട്, തൊഴിൽ ദാതാക്കളായിട്ടുണ്ട്, അവർ തന്നെ മുതലാളിമാരായിട്ടുണ്ട്. ഇതെല്ലാം ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ടുണ്ടായ കാര്യങ്ങളല്ലല്ലോ. 10 വർഷക്കാലം കൊണ്ട് എത്ര മുതലാളിമാർ പൊട്ടിമുളച്ച് വന്നിട്ടൊന്നുമില്ലല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ പറയാനുള്ള കാരണം എന്താണ് കൃഷ്ണദാസ്? മോദി ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാനുള്ള കാരണം എന്താണ്? അല്ലല്ല, അതിന് പ്രത്യേകിച്ച് എന്താ കാരണം? കഴിഞ്ഞ 2002 മുതൽ ഏതാണ്ട് 2012 വരെയുള്ള കാലഘട്ടത്തിൽ നിരന്തരമായി മോഡിക്കെതിരെ, BJPക്കെതിരെ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ആദ്യത്തെ വാജ്പേയി സർക്കാരിന് ശേഷം ഏതാണ്ട് 10-12 വർഷക്കാലം നിരന്തരമായി നടന്നിട്ടുള്ള കള്ളപ്രചരണങ്ങൾ എന്തായിരുന്നു? നരേന്ദ്രമോദിക്കെതിരെ രാജ്യം മുഴുവൻ നടന്നിട്ടുള്ള പ്രചരണം, BJPക്കെതിരെ രാജ്യം മുഴുവൻ നടന്നിട്ടുള്ള പ്രചരണം. അപ്പൊ ഏതാണ്ട് 98-99 കാലഘട്ടം മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് രാജ്യത്ത് ഭരണം നടത്തിയതിനു ശേഷം നിരന്തരമായി 10 വർഷക്കാലം നടന്നത് ആ ഗവൺമെന്റിന് നടത്തിയിട്ടുള്ള നടപടികൾക്കെതിരെയും അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെയും നടന്നിട്ടുള്ള പ്രചരണമാണ്. അത് പല തരത്തിലാണ്, പല രീതിയിലാണ്, പല മുഖങ്ങളിലൂടെയാണ്, പല തലത്തിലാണ് നടന്നിട്ടുള്ളത്. ആ സംവിധാനങ്ങളെ എല്ലാം മാറ്റിക്കൊണ്ടാണ് 2014 BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നത്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലോ ഏതെങ്കിലും ഒരു ആളുടെ നേതൃത്വത്തിലോ അല്ല. വിശദീകരണമൊക്കെ നല്ലതാണ്, മനസ്സിലായി. പക്ഷെ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിലേക്ക് വരൂ. മോദിയെ പോലൊരു പ്രധാനമന്ത്രി, അദാനിയും അംബാനിയും അടക്കമുള്ളവർ കോൺഗ്രസിലേക്ക്, അവരെക്കുറിച്ച് കോൺഗ്രസ് മിണ്ടുന്നില്ല, അവരുടെ പണം സ്വീകരിച്ചിരിക്കുന്നു, കള്ളപ്പണം എന്ന നിലയിലേക്ക് പറയുന്നു. എന്തുകൊണ്ട്?
അല്ല, അത് അവരെ കുറിച്ച് മാത്രമല്ലല്ലോ. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ സഹകരണ മേഖലകൾ നടത്തുന്ന അഴിമതിയെ കുറിച്ച് എന്താണ് സാർ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഏറ്റവും പുതിയൊരു കേരളത്തിലെ വാർത്തയും മാസപ്പടി സാഹചര്യത്തെയും കുറിച്ച് വിവാദത്തെ പറയുമ്പോൾ താങ്കൾ അതേ ടച്ച് ചെയ്യാതിരിക്കുകയാണിത്? പ്രധാനമന്ത്രി തന്നെ പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ കോൺഗ്രസ് BJP പ്രതിനിധിക്ക് അതേക്കുറിച്ച് വിശദീകരിക്കാൻ എന്താണ് മടി? അല്ല, ഞാൻ അതിലേക്ക് വരാമെന്നേ. അതിലൊക്കെ ഒന്ന് എനിക്ക് വരൂ. വരാനൊരു താങ്കൾ അവസരം ഇത്രയും തരാം. നേരം വരാനുള്ളൊരു സന്നദ്ധതയെ കാണിച്ചുള്ളൂ, വരുന്നില്ല എന്നുള്ളതാണ്. അല്ലല്ല വളരെ അല്ലല്ല, അതിലേക്ക് ഞാൻ സ്ട്രെയിറ്റ് വരും. ആണ്. അതിലേക്ക് എന്തുകൊണ്ടാണ് അദാനിയെ അല്ല, കുറിച്ച് അതിലേക്ക് മോദി വരാം. ഇങ്ങനെ പറയുന്നത്, അംബാനിയെ കുറിച്ച് ഇങ്ങനെ അതിലേക്ക് പറയുന്നത്? അതിന്റെ വസ്തുത എന്താണ്? അതിലേക്ക് വരാതെ ഞാൻ പോകില്ലെന്ന്. അല്ല, അതിലേക്ക് വന്നിട്ടേ ഞാൻ അതേക്കുറിച്ച് പോകുള്ളൂ. അതാണ് വാർത്ത. അപ്പൊ ഞാൻ പറയട്ടെ. മാസപ്പടി വിവാദത്തെ കുറിച്ച് കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ. സ്വർണ്ണക്കള്ളക്കടത്തിനെ തെരഞ്ഞെടുപ്പ് കുറിച്ച് അദ്ദേഹം കഴിഞ്ഞല്ലോ. സൂചിപ്പിച്ചല്ലോ. ഉം. അപ്പൊ ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും പ്രധാനമന്ത്രി അതാത് സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതാത് സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ ഇതിന്റെ നടക്കുന്നത് സാഹചര്യം എന്താണ്? കഴിഞ്ഞ കുറച്ച് ആ നാളുകളായി ഞാനൊന്ന് പറയട്ടെ ശരത്. സാർ, അത് പറയാത്തത് ഞാനത് കൊണ്ടാണ് പറഞ്ഞിട്ടേ എനിക്ക് പോകുള്ളൂ. എല്ലാവരിലേക്കും ഒന്ന് പോകണ്ടേ. BJP വളരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം പ്രധാനമന്ത്രി പറഞ്ഞു. ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യത്തിന്റെ ഒരു രാഷ്ട്രീയ വിശദീകരണം താങ്കൾക്ക് സാധ്യമാകും. പക്ഷെ അത് പറയാതെ താങ്കൾ വേറെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് ഒഴികെ. അതിലേക്കാണ് ഞാൻ സാർ, വരുന്നത്. എത്ര നേരമായി വരുന്നു എന്ന് പറയുന്നു? ഞാനത് പറഞ്ഞിട്ടേ വളരെ പോകുള്ളൂ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ അത്? അല്ലല്ല, ഞാൻ പറയട്ടെ എന്ന് അതിനിടയിൽ കയറി പറയല്ലേ. വരാത്തത് കൊണ്ടാണ് ഇടയിൽ കയറേണ്ടി വരുന്നത്. പ്രധാനമന്ത്രിക്കെതിരെ പറയൂ. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഉത്തരം പറയാനല്ല ഞാൻ എനിക്കൊരു ഉദ്ദേശവും ഇല്ല. എന്റെ ഭാഗം പക്ഷേ പറഞ്ഞിട്ട് ഞാനത് പറയാം. അദാനി, ഞാനത് അംബാനി, പറയാം. മോദി, കള്ളപ്പണം 4-ാം ഘട്ടത്തിന് തൊട്ട് മുമ്പ് ഇത്രയും BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ആ കോണ്ടെക്സ്റ്റ് എന്താണ്? അതിന്റെ പ്രശ്നം? ആരാണ് കള്ളപ്പണത്തിന്റെ വക്താക്കൾ? അല്ല, ശരത്ത് അത് പറയൂ. ആരാണ് അത് കൊള്ളാം. കള്ളപ്പണത്തിന്റെ വക്താക്കൾ? കോടികൾ അഴിമതി നടത്തിയവരോ? കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് ആരോപണ വിധേയരായിട്ടുള്ളവരോ? ആരാണ് ഇവരുടെ എല്ലാം ചങ്ങാതിമാർ? കേരളത്തിൽ ആരാ ചങ്ങാതിമാർ? മോദി പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. മോദി പറഞ്ഞത് എന്തുകൊണ്ട്? സാർ, എന്റെ ചോദ്യം അത്രേ ഉള്ളൂ. പ്രധാനമന്ത്രി മോദി എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? കോൺഗ്രസ് ഏറ്റവും അധികം, മുന്നണി ഏറ്റവും അധികം മോദി, അംബാനി, അദാനി ചങ്ങാത്തത്തെ കുറിച്ച് പറയുന്നു, ഈ മൂലധന ചങ്ങാത്തത്തെ കുറിച്ച് പറയുന്നു. അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മോദിയെ കുറിച്ച് പറയുന്നു. ആ മോദി 10 വർഷത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ 4-ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മോദിയുടെ, അദാനിയുടെയും അംബാനിയുടെയും കയ്യിൽ നിന്ന് കള്ളപ്പണം വാങ്ങി അവരെക്കുറിച്ച് കോൺഗ്രസ് മിണ്ടുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതിന് ഉത്തരം പറയേണ്ടത് ഞാനല്ലല്ലോ. അതിന് ഉത്തരം പറയേണ്ടത് രാഹുൽ ഗാന്ധിയല്ലേ. അതിന് ഉത്തരം പറയേണ്ടത് ശരി, കോൺഗ്രസ്സുകാരല്ലേ.